വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടലിൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളമൊഴുക്കിനെക്കുറിച്ച് മറന്നു, അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ, മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകിപ്പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. ഏതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ തന്നെ നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്തത് എന്താണെന്നറിയാവോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം ഇപ്പോഴ് പല വിഷയങ്ങൾ, ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയണത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇതിൻ്റെ ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടിയുടെ ഒഴുക്കെന്ന് പറയണത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കണ്ടിരിക്കും. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്റർ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല.
ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് എന്താണ്, ഉടമ്പടി വിശ്വാസം അതിലുണ്ട്. തീർച്ചയായിട്ടും കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്, അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ വല്ല മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? ഇല്ല. അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അകത്ത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്.